ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശിവപുരാണത്തിലെ ഒരു കഥയാണ് പറയുന്നത്. മഹാകാളി ഗൗരിയായ കഥയാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോടൊപ്പം പരമസുന്ദരമായ മന്ദാര പർവ്വതത്തെ തൻ്റെ വാസസ്ഥാനമാക്കിക്കൊണ്ട് മനോഹരവും ദിവ്യവുമായ ആ അന്തഃപുര ഭൂമിയിൽ വിഹരിക്കുവാൻ തുടങ്ങി. അങ്ങനെ കാലങ്ങൾ ഏറെ കടന്നുപോയി. ബ്രഹ്മാവ് സൃഷ്ടി വഴി ധാരാളം പ്രജകളെ സൃഷ്ടിച്ചു. അക്കൂട്ടത്തിൽ ശുംഭനെന്നും നിശുംഭനെന്നും പേരായ 2 അസുരന്മാരുണ്ടായി. അവർ സഹോദരന്മാരായിരുന്നു. അവർ ബ്രഹ്മദേവനെ കഠിനമായ തപസ്സു ചെയ്ത് വരം ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു: ഈ ലോകത്തിൽ ഒരു പുരുഷനും നിങ്ങളെ കൊല്ലുകയില്ല. അപ്പോൾ ഈ സഹോദരന്മാർ ബ്രഹ്മദേവനോട് പ്രാർത്ഥിച്ചു. പാർവതീദേവിയുടെ അംശത്തിൽ നിന്ന് ഉളവാകുന്ന അയോനിജയായ കന്യ പുരുഷ സമ്പർക്കവും രതിയും ഉണ്ടാകുന്നതിനു മുമ്പ് അലംഘ്യമായ അമിത പരാക്രമ സമ്പന്നയായി അവളെക്കുറിച്ച് കാമപീഡിതരാകുന്ന ഞങ്ങളെ യുദ്ധത്തിൽ അവൾ കൊന്നുകൊള്ളട്ടെ. ഇങ്ങനെയാണ് അവർ ചോദിച്ചത്. അവരുടെ പ്രാർത്ഥന കേട്ട് ബ്രഹ്മദേവൻ അപ്രകാരമാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അന്നു മുതൽ മഹാപ്രബലന്മാരായിരുന്ന ശുംഭനിശുംഭന്മാർ ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെ ആക്രമിച്ച് കീഴടക്കി. ലോകരെ മുഴുവൻ അവർ പീഡിപ്പിച്ചു. മഹർഷിമാരുടെ യജ്ഞം മുഴുവൻ അവർ ഇല്ലാതാക്കി. ദേവന്മാർ അതീവ ദുഃഖിതരായി തീർന്നു. അവർ ബ്രഹ്മാവിനെ കണ്ട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മദേവൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനായി മഹാദേവനെ പ്രാർത്ഥിച്ചു. പ്രഭോ, അവിടുന്ന് മഹാദേവിയെ നിന്ദിക്കുക വഴിയോ മറ്റു മാർഗങ്ങൾ മുഖേനയോ ദേവിയെ കോപിപ്പിക്കണം. ദേവിയുടെ സൗന്ദര്യത്തെ നിന്ദിക്കുന്നതിൽ നിന്നുളവാകുന്ന കാമഭാവമില്ലാത്ത കുമാരീ സ്വരൂപയായ ശക്തിയെ ശുംഭനിശുംഭന്മാരെ കൊല്ലുന്നതിന് ദേവന്മാർക്ക് അങ്ങ് നൽകണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ രുദ്രദേവൻ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചുകൊണ്ട് പാർവതീദേവിയുടെ അടുക്കലെത്തി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ദേവി, അവിടുന്ന് കാളിയാണ്. എൻ്റെ വെളുത്ത ശരീരത്തോട് ചേർന്നിരിക്കുന്ന കറുമ്പിയായ നീ വെൺചന്ദനമരത്തിൽ ചുറ്റിയിരിക്കുന്ന കൃഷ്ണസർപ്പം പോലെയാണ്. കൃഷ്ണസർപ്പത്തിലെ രാത്രി പോലെ നീ എനിക്ക് ദൃഷ്ടിദോഷം ഉളവാക്കും. ഇതുകേട്ട് കോപത്തോടുകൂടി ദേവി മുഖം വീർപ്പിച്ച് മാറിയിരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: പ്രഭോ, ഇരന്നാൽ ആർക്കും ഇടിവുണ്ടാകും. ഞാൻ അങ്ങേ ഇരന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്ന് അപമാനിതയായി തീർന്നിരിക്കുന്നത്. ഞാൻ കറുമ്പിയാണ്, എന്നാൽ മഹാകാളൻ എന്ന് വിളിക്കുന്നത് അങ്ങേയാണല്ലോ. സ്വന്തം ദോഷം മറച്ചുവെക്കാൻ അന്യരിൽ ആ ദോഷം ആരോപിക്കുന്നത് സഹജമാണല്ലോ. ഈ പരിഹാസം സഹിച്ചുകൊണ്ട് അങ്ങയോടൊപ്പം ഞാനിനി ജീവിക്കുകയില്ല. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. എൻ്റെ ഈ കറുപ്പ് നിറത്തിൽ അങ്ങേക്ക് പ്രേമമില്ലെങ്കിൽ ഇത്രയും നാൾ അവിടുന്ന് എന്തുകൊണ്ട് എന്നോട് ഈ കാര്യം പറഞ്ഞില്ല? ഭർത്താവിന് ഭാര്യയോട് അനുരാഗമില്ലെങ്കിൽ പിന്നെ എന്തു പ്രയോജനം? അതിനാൽ അങ്ങ് ഏകാന്തത്തിൽ ഏതിനെയാണോ അപഹസിച്ചത് ആ നിറം ഉപേക്ഷിച്ച് മറ്റൊരു നിറം ഞാൻ സ്വീകരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാർവതീദേവി ശയ്യയിൽ നിന്ന് എഴുന്നേറ്റു. തുടർന്ന് തപസ്സിന് ദൃഢനിശ്ചയം ചെയ്ത് തൊണ്ടയിടറിക്കൊണ്ട് പോകുവാൻ അനുമതി ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഇപ്രകാരം പറഞ്ഞു: പ്രിയേ, ഞാൻ കളിയായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എൻ്റെ മനോഭാവം അറിയാതെ നീ എന്തിനാണ് വെറുതെ കോപിക്കുന്നത്? ഈ ലോകത്തിൽ എനിക്ക് നിന്നോടല്ലാതെ മറ്റാരോടാണ് പ്രേമമുണ്ടാവുക? അവിടുന്ന് ജഗത് മാതാവാണ്, ഞാൻ പിതാവും.
അപ്പോൾ പിന്നെ അവിടുത്തോട് എങ്ങനെയാണ് എനിക്ക് പ്രേമമില്ലാതാകുന്നത്? നമ്മൾ രണ്ടുപേരുടെയും ഈ ലീലാവിഹാരത്തിൻ്റെ ഉദ്ദേശം തന്നെ ലോകരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ദേവിക്കറിയില്ലേ? അത് കേട്ടപ്പോൾ മഹാദേവി ഇങ്ങനെ പറഞ്ഞു: ദേവ, ഭർത്താവിൻ്റെ സ്നേഹത്താൽ വഞ്ചിതയാകുന്ന ഏതൊരു സ്ത്രീയും, അവൾ തറവാട്ടിൽ പിറന്നവളായാലും ശരി, ശുഭലക്ഷണങ്ങൾ ഉള്ളവളായാലും ശരി, പ്രാണത്യാഗം ചെയ്യാൻ തയ്യാറായേക്കാം. എൻ്റെ ദേഹം കറുപ്പാണ്. അതിൽ അങ്ങേക്ക് ദുഃഖമുള്ളതുകൊണ്ടാണല്ലോ കളിയായിട്ടാണെങ്കിലും കാളി എന്നെന്നെ വിളിച്ചത്. അതിനാൽ ഈ കറുപ്പ് നിറം കളയാതെ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല. ഇങ്ങനെ പാർവതി ദേവി ദുഃഖത്തോടുകൂടി ഭഗവാനോട് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: നിന്റെ കറുപ്പിനെ കുറിച്ച് ദുഃഖമുണ്ടെങ്കിൽ തന്നെ അതിന് തപസ്സിൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിറം മാറ്റാമല്ലോ. അതുമല്ലെങ്കിൽ അവിടുത്തേക്ക് സ്വന്തം ഇച്ഛയാൽ തന്നെ നിറം മാറ്റാവുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ പരമേശ്വരൻ പറഞ്ഞപ്പോൾ പാർവതീദേവി ഇങ്ങനെ പറഞ്ഞു: ഞാൻ അങ്ങയിൽ നിന്നും എൻ്റെ നിറം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് ഞാൻ ഗൗരിയായി തീരുന്നതാണ്. ഇങ്ങനെ പാർവതീദേവി ഉറച്ച സ്വരത്തിൽ പറഞ്ഞപ്പോൾ മഹേശ്വരൻ വീണ്ടും ദേവിയോട് പറഞ്ഞു: പാർവതി, പണ്ട് ബ്രഹ്മാവിനും ബ്രഹ്മപദം ലഭിച്ചതുപോലും എൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. പിന്നെ ദേവി എന്തിനാണ് ആ ബ്രഹ്മാവിനെ വിളിക്കുന്നത്? അപ്പോൾ ദേവി പറഞ്ഞു: ബ്രഹ്മാവ് തുടങ്ങിയ സകല ദേവന്മാരും അങ്ങയിൽ നിന്നു തന്നെയാണ് പരമപദം നേടിയതെന്ന് എനിക്കറിയാം. എങ്കിലും അങ്ങയുടെ അനുമതിയോടുകൂടി ബ്രഹ്മദേവനെ തപസ്സു ചെയ്ത് ഞാൻ ഈ നിറം മാറ്റാൻ ആഗ്രഹിക്കുന്നു. പുരാതന കാലത്ത് ഞാൻ ദക്ഷന്റെ പുത്രി സതിയായിരുന്നപ്പോഴും ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു തന്നെയാണ് അങ്ങയെ ഭർത്താവായി നേടിയത്. ഇപ്പോഴും അതു തന്നെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലെന്താണ് ഇത്ര തെറ്റ്? ദേവി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: നീ എല്ലാ അംശങ്ങളിലും നിന്റെ അച്ഛനെ അനുകരിക്കുന്നു. പുറം വെളുപ്പും മൃദുവും, അകം കറുപ്പും കഠിനവും. ഇതുകൂടി കേട്ടപ്പോൾ ദേവി ഒന്നും കൂടെ കോപിച്ചു. വീണ്ടും അങ്ങ് എന്നെ നിന്ദിക്കുന്നു. അങ്ങയുടെ ചരിത്രമോ ബഹുവിചിത്രം തന്നെ. പാമ്പുകളല്ലേ ആഭരണം? വിഷമല്ലേ അങ്ങയുടെ ഭക്ഷണം? ഇങ്ങനെയുള്ള അങ്ങേക്ക് എങ്ങനെയാണ് മറ്റുള്ളവരിൽ കനിവ് തോന്നുക? ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവി അവിടെ നിന്നും നടകൊണ്ടു. ഭഗവാൻ ശിവൻ ദേവന്മാരുടെ നന്മയോർത്ത് ദേവിയെ തടഞ്ഞതുമില്ല. പാർവതി ഭർത്താവിനെ പ്രദക്ഷിണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ വേർപാടുമൂലമുണ്ടാകുന്ന ദുഃഖം ഒരു വിധത്തിൽ അടക്കിക്കൊണ്ട് ഹിമാലയ പർവ്വതത്തിലേക്ക് പോയി. പാർവതിയെ അനുഗമിച്ച അനുചരന്മാരെ തടഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പറഞ്ഞു: ഹേ ഗണങ്ങളെ, നിങ്ങളാരും എൻ്റെ കൂടെ പോരണ്ട. ഞാൻ ഗൗരിയായി തീരുന്നതിന് വേണ്ടി തപസ്സു ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഭഗവാനെ സൂക്ഷിച്ചു കൊള്ളുക. ഏതെങ്കിലും സ്ത്രീ ഇവിടെ വന്നാൽ ആ വിവരം ഉടൻ തന്നെ എന്നെ അറിയിക്കുവാൻ മറക്കരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവി വജ്രകനെ പ്രത്യേകം ചുമതലപ്പെടുത്തുന്നു. പോകുന്ന വഴിക്ക് പാർവതി മാതാവിൻ്റെ പ്രിയ സഖിയായ കുസുമോദിനിയെ കണ്ടു. അവർ പാർവതിയോട് എങ്ങോട്ടാണ് യാത്ര എന്ന് തിരക്കുന്നു. പാർവതി നടന്ന സംഭവം മുഴുവനും അവരെ ധരിപ്പിച്ചതിനു ശേഷം അവരോട് ഇങ്ങനെ പറഞ്ഞു: എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ മടങ്ങി വരും വരെ മറ്റൊരു സ്ത്രീയും ശിവന്റെ അടുത്തേക്ക് പോകാതെ നോക്കിക്കൊള്ളണം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ വിവരം എന്നെ ധരിപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അച്ഛനമ്മമാരെ നമസ്കരിച്ചിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും ധരിപ്പിച്ചു. അവരോട് അനുമതി വാങ്ങി സകല ആടയാഭരണങ്ങളും ഉപേക്ഷിച്ച് തപോവന കന്യകയായി പരമപാവനമായ വേഷം ധരിച്ച് കഠിനവും ദുഷ്കരവുമായ തപസ്സിനുള്ള നിശ്ചയം ചെയ്തു. അങ്ങനെ മഹാദേവി തൻ്റെ തപസ് ആരംഭിച്ചു. പൂജയുടെ വിധി അനുസരിച്ച് കാട്ടിലെ ഫലമൂലാദികൾ കൊണ്ട് 3 നേരവും ഭഗവാൻ മഹാദേവന് ദേവി പൂജ നടത്തി. ഭഗവാൻ ശങ്കരൻ തന്നെ ബ്രഹ്മദേവന്റെ രൂപം ധരിച്ച് തൻ്റെ തപസ്സിന് ഫലം നൽകും എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് പാർവതീദേവി നിത്യവും തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ വരവേ
ദേവിയുടെ മുമ്പിൽ ഒരു വലിയ പുലി വന്നെത്തി. ദുഷ്ടഭാവത്തോടെ അവിടെ എത്തിയ ഈ പുലി ദേവിയെ സമീപിച്ച സമയം തന്നെ ജഡരൂപമായി തീർന്നു. ദേവി ആ പുലിയെ കണ്ടിട്ടും തെല്ലും ഭയപ്പെട്ടില്ല. ആ പുലിയുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞിരുന്നു. അത് വിശപ്പിനാൽ വല്ലാതെ വലഞ്ഞിരുന്നു. ദേവിയെ കണ്ട് തൻ്റെ ആഹാരമാക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ പുലി നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ടപ്പോൾ പാർവതീദേവി ഇങ്ങനെ കരുതി, ഈ പുലി എൻ്റെ ഉപാസകനാണ്, ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവനാണ്. അങ്ങനെ കരുതി ദേവി അതിനോട് കരുണ കാണിച്ചു. ദേവിയുടെ കാരുണ്യത്താൽ പുലിയുടെ 3 വിധ പാപങ്ങളും നശിച്ചു. തൽക്ഷണം പുലിക്ക് അത് ദേവിയുടെ സ്വരൂപമാണ് എന്നുള്ള ബോധ്യമുണ്ടായി. അതോടൊപ്പം ജന്മസിദ്ധമായ ദുഷ്ടതയും വിട്ടുമാറി. അതിനു തൃപ്തി കൈവന്നു. അതോടെ പുലി ഉത്കൃഷ്ട രൂപത്തിൽ സ്വന്തം കൃതാർത്ഥത അനുഭവിച്ച് ദേവിയുടെ ഭക്തനായി മാറി. ദേവിയെ സേവിച്ചു. ഒപ്പം അവിടെ വരുന്ന ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചുകൊണ്ട് ദേവിയെ കാത്തുരക്ഷിച്ചു. മഹാദേവിയുടെ തപസ് കഠിനമായി. ഈ അവസരത്തിൽ ദേവന്മാരുടെ പ്രാർത്ഥനയാൽ ബ്രഹ്മദേവന് ദേവിയോട് ദയ തോന്നി. അദ്ദേഹം ശുംഭനിശുംഭന്മാരുടെ വധത്തിനു വേണ്ടി ഭഗവാൻ ശങ്കരനോട് നിവേദനം നടത്താൻ ഉദ്ദേശിച്ച് ദേവന്മാരോടൊപ്പം ദേവിയുടെ തപോവനത്തിലേക്ക് പോയി. അവിടെ ഉത്തമമായ തപസ്സിൽ ലയിച്ചിരിക്കുന്ന പാർവതിയെ കണ്ട് ബ്രഹ്മദേവൻ നമസ്കരിച്ചു. ദേവന്മാരോടൊപ്പം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ബ്രഹ്മദേവനെ കണ്ട് ദേവി യഥായോഗ്യം അർഘ്യം നൽകി സ്വീകരിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ ഒന്നും അറിയാത്ത മട്ടിൽ ദേവിയുടെ തപസ്സിനുള്ള കാരണം അന്വേഷിച്ചു. ദേവി മഹാമായേ, അവിടുന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നത്? ദേവിയുടെ ഭർത്താവായ ശ്രീ പരമേശ്വരൻ അവിടുത്തെ ഭർത്താവാണ് എന്നിരിക്കെ എന്താഗ്രഹ നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ തപസ്? പരമേശ്വരനെ ഭർത്താവായി ലഭിക്കുക നിമിത്തം ദേവി സകലതും നേടിക്കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് ഇത്രയും കാലം മഹാദേവന്റെ വിരഹദുഃഖം എങ്ങനെ സഹിക്കുന്നു എന്നുള്ളത് വളരെയധികം ആശ്ചര്യം തന്നെ. ബ്രഹ്മാവ് ഇങ്ങനെ ചോദിച്ചപ്പോൾ പാർവതി അതിനു മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, ഹേ ബ്രഹ്മദേവ, സൃഷ്ടിയുടെ ആരംഭത്തിൽ മഹാദേവനിൽ നിന്നും താങ്കളുടെ ഉൽപ്പത്തി ഉണ്ടായതിലൂടെ താങ്കൾ എൻ്റെ മൂത്ത പുത്രനാണ്. പിന്നീട് പ്രജകളുടെ വർധനവിനു വേണ്ടി താങ്കൾ നെറ്റിത്തടത്തിൽ നിന്നും ഭഗവാൻ ശിവനെ സൃഷ്ടിച്ചു. അപ്പോൾ താങ്കൾ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും എൻ്റെ ശശ്വരനും ആയിത്തീർന്നു. അതിനാൽ അങ്ങ് ഗുരുസ്ഥാനത്ത് വരുന്നു. എൻ്റെ അച്ഛനായ ഗിരിരാജൻ അങ്ങയുടെ പുത്രനാണ്. അതിനാൽ അങ്ങൻ്റെ പിതാമഹനുമാണ്. മഹാലോക പിതാമഹ, അന്തഃപുരത്തിൽ ഭർത്താവിനോടൊപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ എങ്ങനെയാണ് പറയുക? അതുകൊണ്ട് എന്തു പ്രയോജനം? എൻ്റെ ശരീരത്തിലുള്ള ഈ കറുപ്പ് സാത്വിക വിധി കൊണ്ട് കളഞ്ഞ് ഞാൻ വെളുത്ത നിറമുള്ളവളാകാൻ ആഗ്രഹിക്കുന്നു. ഹേ ബ്രഹ്മദേവ, ദുഷ്കരമായ തപസ്സുകൊണ്ടാണ് ഞാൻ ശിവനെ ഭർത്താവായി നേടിയത്. അദ്ദേഹം എന്നെ കറുമ്പി എന്ന് വിളിച്ച് അപമാനിച്ചു. അതിനാൽ എനിക്ക് സ്വർണവർണ്ണവും അതിനൊത്ത ഒരു പേരും ഉണ്ടാകണം. ശിവന്റെ ശരീരം വിഷരഹിതമാവുകയും ചെയ്യണം. ഇങ്ങനെ ദേവിയുടെ അപേക്ഷ കേട്ട് ബ്രഹ്മദേവൻ ഇങ്ങനെ അരുളി ചെയ്തു, ദേവി, ഇത്ര നിസ്സാരമായ കാര്യത്തിനു വേണ്ടിയാണോ ഇങ്ങനെ കഠിനമായ തപസ്സു ചെയ്യുന്നത്? ഇതിന് അവിടുത്തെ ഇച്ഛ മാത്രം മതിയല്ലോ. എങ്കിലും ദേവിയുടെ ആഗ്രഹം പോലെ തന്നെ ഭവിക്കട്ടെ. ദേവി ഭർത്താവിൻ്റെ ശരീരാർത്ഥമായി മാറുകയും ചെയ്യും. ലോകമാതാവേ, അവിടുത്തെ ലീലയും ലോക നന്മയ്ക്കു വേണ്ടി തന്നെയാകുന്നു. അതുകൊണ്ട് അവിടുന്ന് ഒരിഷ്ടവും കൂടി ഫലപ്രാപ്തിയിലാക്കി തരണം. ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള സഹോദരന്മാരായ ദൈത്യന്മാർ എൻ്റെ വരബലത്താൽ അഹങ്കാരം വർദ്ധിച്ച് ദേവന്മാരെ പല വിധത്തിലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. അവരും
അവിടുത്തെ കൈകൊണ്ട് മാത്രമേ മരണം സംഭവിക്കാവൂ എന്നുള്ള വരമാണ് നേടിയിരിക്കുന്നത്. അതിനാൽ അധികം വൈകാതെ അല്പനേരത്തേക്ക് അങ്ങ് സുസ്ഥിരയാകണം. ദേവി മുഖേന നിർമ്മിതമാകുന്ന ശക്തി അല്ലെങ്കിൽ വിട്ടയക്കുന്ന ശക്തി അവരുടെ മരണത്തിന് ഇടയായി തീരണം. ഇങ്ങനെയുള്ള ബ്രഹ്മദേവന്റെ അപേക്ഷ കേട്ട് ഗിരിജാദേവി പെട്ടെന്ന് തൻ്റെ കറുത്ത തൊലിയാകുന്ന ആവരണം അഴിച്ച് അങ്ങനെ വെളുത്തവളായി തീർന്നു. അപ്പോൾ കറുത്ത തൊലിയാകുന്ന ആവരണത്തിൽ നിന്നുണ്ടായ ശക്തി കൗശികി എന്ന് അറിയപ്പെട്ടു. അവൾ കാളമേഘതുല്യം കാന്തിയുള്ള കൃഷ്ണവർണമായ ഒരു കന്യകയായി തീർന്നു. ദേവിയുടെ ആ മായാമയ്യായ ശക്തി യോഗനിദ്രയെന്നും വൈഷ്ണവി എന്നും അറിയപ്പെടുന്നു. കറുപ്പ് നിറം മാറിയ പാർവതി ഗൗരി എന്നും അറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് ശ്രീ പാർവതി ദേവിയുടെ മറ്റൊരു അവതാര കഥ. അങ്ങനെ മഹാദേവിയുടെ കറുപ്പു നിറത്തിൽ നിന്നും ഉണ്ടായ കൗശികിയാണ് ശുംഭനിശുംഭന്മാരെ വധിക്കുന്നത്. അതുപോലെ മഹാദേവിയുടെ വാഹനമായി പുലി മാറുന്നതും ഈ വിധത്തിലാണ്. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശിവപുരാണത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ശുംഭനിശുംഭന്മാരെ വധിക്കുന്നതിനു വേണ്ടി മഹാദേവനും ശ്രീ പാർവതിയും ആടിയ ഒരു ലീലാ വിനോദം തന്നെയാണ് ഈ വഴക്കും ഈ തപസ്സുമൊക്കെ തന്നെ. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.